ഇന്ത്യയിൽ കോവിഡിന്റെ പുതിയ വകഭേദം വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. മറ്റു രോഗമുള്ളവരും പ്രായമായവരും മുൻകരുതലെടുക്കണമെന്നും നിർദ്ദേശത്തിൽ പറയും. കോവിഡിനെതിരെ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. മറ്റു രോഗമുള്ളവരും പ്രായമായവരും മുൻകരുതലെടുക്കണം. പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം. മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് RRT യോഗം ചേർന്നിരുന്നു. ദക്ഷിണപൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ, JN1 വകഭേദങ്ങളായ LF7, XFG എന്നിവയാണ് കേരളത്തിൽ കൂടുതലായും കണ്ടുവരുന്നതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. വകഭേദം അറിയാനുള്ള ജിനോമിക് സീക്വൻസിംഗ് നടത്തിവരുന്നതായും അറിയിച്ചു. കോവിഡ് കാരണം അനാവശ്യമായി രോഗികളെ സ്വകാര്യ ആശുപത്രികൾ റഫർ ചെയ്യരുതെന്നും ആശുപത്രികളിലെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. 2223 കോവിഡ് ആക്റ്റീവ് കേസുകളാണ് നിലവിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 96 പേർ ചികിത്സയിലുണ്ട്. ഭൂരിപക്ഷം പേരും മറ്റ് രോഗമുള്ളവരാണ്. എറണാകുളം ജില്ലയിൽ 431, കോട്ടയത്ത് 426, തിരുവനന്തപുരത്ത് 365 കേസുകളാണ് ഉള്ളത്. രോഗലക്ഷണമുള്ളവർ കോവിഡ് പരിശോധന നടത്തണമെന്നും അതിനായി എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കൂടാതെ ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.